Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം. നാട്ടിലെങ്ങും ഉയർന്ന താപനിലയാണ്. കൊടും ചൂടിനെ ഇരട്ടി ചൂട് പിടിപ്പിച്ച വോട്ട് ചൂട്. വലിയ പ്രതീക്ഷയിലാണ് വലതുമുന്നണി. ഇടവേളയില്ലാതെ ഇറങ്ങിത്തിരിച്ച ഇടതുമുന്നണി. ഒത്തുപിടിച്ചാൽ താമരക്കാലമെന്ന ആവേശത്തിൽ NDA. സ്വാഗതം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് കേരളത്തിലെത്തിയേക്കുമെന്ന സൂചന. ആലത്തൂർ, പൊന്നാനി, തൃശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തേക്കും. ആലപ്പുഴ A ക്ലാസ് മണ്ഡലമെന്ന വിലയിരുത്തലിലാണ് BJP ഉള്ളത്. 20 മണ്ഡലങ്ങളിലും UDF-ഉം LDF-ഉം പ്രചാരണ ഗിയർ മാറ്റിക്കഴിഞ്ഞു. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വിനോദ്, ഈ വർഷം മാത്രം കൃത്യമായി പറഞ്ഞാൽ 5 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2-ലധികം താമരകൾ ഇവിടെ കേരളത്തിൽ വിരിയുമെന്നുറപ്പ് അദ്ദേഹം പലതവണ ആവർത്തിക്കുകയും ചെയ്തു. ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അദ്ദേഹം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ LDF-നെ അടിക്കാനുള്ള വടിയായി കരുവന്നൂരിനെ അടക്കം അദ്ദേഹം പ്രചരണത്തിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം എന്ന് കേരളത്തിലെത്തും? എന്തൊക്കെയാണ് പരിപാടികൾ? ഭവ്യ, തിരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 15-ന് അദ്ദേഹം കേരളത്തിലെത്തും. തൃശ്ശൂർ, അതുപോലെ തന്നെ ആലത്തൂർ, മലപ്പുറം തുടങ്ങിയ മണ്ഡലങ്ങളിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും, പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴയിലേക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തുമെന്ന വിവരം. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണയൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്നതെങ്കിൽ തീരദേശം കേന്ദ്രീകരിച്ച് അത് ഒരുപക്ഷെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ പങ്കിടുന്ന ആ തീരപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രി എത്തിച്ച് ഒരു പൊതുപരിപാടി, തിരഞ്ഞെടുപ്പ് പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു ആലോചന കൂടി BJP-യിൽ നടക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി വരുമ്പോൾ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾ, CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി, അതിൽ വന്ന തുകയുടെ ഏതാണ്ട് 6 കോടിയോളം രൂപ ഉണ്ടായിരുന്നു, അതിൻ്റെ റിട്ടേണുകൾ ഇതിനകം സമർപ്പിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തിടെ 1 കോടി രൂപ ഇതിൽ നിന്ന് പിൻവലിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ തുക ചെലവഴിക്കരുതെന്ന നിർദ്ദേശം കൂടി ആദായ നികുതി വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് CPM-ഉം ഇടതുപക്ഷവും ഉള്ളത്. നേരത്തെ CAA വലിയ തോതിൽ ചർച്ചയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ. ഇത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അത് ഒന്നുകൂടി ബലപ്പിക്കുന്ന തരത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഈ സമരപരിപാടികൾ മാറ്റിക്കൊണ്ടു പോകാനുള്ള ആലോചനയാണ് LDF-ലുണ്ടാകുന്നത്. UDF-ൻ്റെ കാര്യം പരിശോധിച്ചാലും 2019 ആവർത്തിക്കാമെന്ന ശുഭാപ്തി വിശ്വാസം മുന്നണി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതേ ആരോപണം തന്നെയാണ് UDF-ഉം ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വം അത് അനുവദിക്കാനാകില്ല എന്ന കാര്യം തന്നെയാണ് അസന്നിഗ്ധമായി UDF നേതൃത്വവും പറയുന്നത്. AICC നേതൃത്വവും അക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഏജൻസിയെ ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടൽ, അത് ഈ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾ 14ഓളം അക്കൗണ്ടാണ് AICC-യുടെ ഇതിൽ ഉണ്ടായിരുന്നത്, നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 14ഓളം അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഈ തിരഞ്ഞെടുപ്പ് ഫണ്ട് ലഭിക്കുന്നില്ല. കേരളത്തിലടക്കം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരാതി ഇതാണ്. BJP ഇങ്ങനെ വേട്ടയാടുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് MM ഹസൻ്റെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവ് നടത്തിയിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് 15,000-ഓളം രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. ഇതൊരു സമര പരിപാടിയായി തന്നെയാണ് UDF മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി ഈ തരത്തിൽ ജനങ്ങളെ സമീപിച്ച് തിരഞ്ഞെടുപ്പിനുള്ള പണം സമാഹരിക്കുക, ജനങ്ങളുടെ പിന്തുണയോടുകൂടി BJP-യെ ചെറുക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുണ്ട്, ഇതിനെതിരെയുള്ള ഒരു വികാരം വോട്ടാക്കി മാറ്റുക, 2019 ആവർത്തിക്കുക, ഈ ഒരു കാര്യമാണ് UDF-ന് മുന്നിലുമുള്ളത്. ഏതായിരുന്നാലും അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ മുന്നണികളും സർവ്വ ആയുധങ്ങളും എടുത്ത് അവർക്ക് വോട്ടുറപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഭവ്യ.
ശരി, എന്തായാലും വിനോദ്, ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ, ഇതിന് പുറമെ ആലപ്പുഴയും എ ക്ലാസ് മണ്ഡലം എന്ന വിലയിരുത്തലിലാണ് BJP എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാന കാരണം BJPയുടെ തന്നെ ശക്തയായ കരുത്തുറ്റ വനിതാമുഖമാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി തന്റെ സാന്നിധ്യം, തന്റെ കരുത്ത് തെളിയിച്ച വനിതാ നേതാവാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്കും പ്രധാനമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഭവ്യ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2,48,000 വോട്ടുകൾ നേടിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. നേരത്തെ തന്നെ എ ക്ലാസ് മണ്ഡലമായി BJP കണക്കാക്കിയിരുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ആലപ്പുഴ കൂടി ഇപ്പോൾ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് BJP മാറ്റുകയാണ്. മാത്രവുമല്ല, അവിടെയുള്ള ഇനിയുള്ള ക്യാമ്പയിന് കേന്ദ്ര നേതാക്കൾ വരുമെന്ന കാര്യം കൂടി ഉറപ്പാണ്. കാരണം എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന ഇടങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കൾ തന്നെ എത്തുമെന്ന കാര്യം നിശ്ചയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം തക്കലയിലും നെയ്യാറ്റിൻകരയിലുമായി അമിത്ഷാ പങ്കെടുക്കേണ്ടതായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തിരക്ക് കാരണമാണ് അദ്ദേഹത്തിന് എത്താൻ കഴിയാതെ പോയത്. അമിത്ഷായും കേരളത്തിലേക്ക് വരുന്നുണ്ട് 15-ന്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവുണ്ടാകും. അതോടൊപ്പം തന്നെ അമിത്ഷായും കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ രണ്ട് നേതാക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ വർഷം തുടങ്ങിയ ശേഷം മാത്രം നരേന്ദ്രമോദി 5 തവണയാണ് കേരളത്തിലേക്ക് എത്തിയത്. 3 തവണ ഈ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടായ ശേഷം 3 തവണ അദ്ദേഹം വന്നു. തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ നരേന്ദ്രമോദി എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ സംസ്ഥാനങ്ങൾ വലിയ താല്പര്യത്തോടുകൂടി BJP കാണുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നതുപോലെ തന്നെ അവിടെ സീറ്റുകൾ ഉറപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് തെക്കൻ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമാവുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ തുടരെയുള്ള വരവുകൾ. തൃശ്ശൂരിൽ അടുത്ത തവണ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉറപ്പായും കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമെന്നത് ഉറപ്പാണ്. ഇപ്പോഴത്തെ ഏജൻസികളുടെ നടപടികൾ അത് കോടതി കൂടി ശരിവെക്കുന്നു എന്ന വാദം കൂടി BJP വയ്ക്കുന്നു. അതായത് നിയമപരമായ പിന്തുണ ഈ നടപടികൾക്കുണ്ട് എന്ന വാദമാണ്. അതേസമയം ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി എടുക്കാൻ പോകുന്ന ഒരു നിലപാട് കൃത്യമായ രേഖകൾ സമർപ്പിച്ചിരുന്നു. വേട്ടയാടലാണ്. ഇതേ പരാതി നേരത്തെ തന്നെ AICC നേതൃത്വവും UDF-ഉം ഉന്നയിക്കുന്ന കാര്യമാണ്. ഒരേ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഈ UDF LDF മുന്നണികൾ BJPയെ നേരിടുന്നത്. ഏജൻസികളുടെ നടപടികളുമായി BJP മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് നേരത്തെയും ഉയർന്നു വന്നത്. വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ തീവാറുന്ന ഈ പ്രചരണ പോരാട്ടം നമുക്ക് കാണാമെന്നത് ഉറപ്പാണ്. ഭവ്യ, തീർച്ചയായും വോട്ടിന്റെ ചൂട് ഓരോ ദിവസവും കൂടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാട് എന്ന പേര് പാർലമെന്റിൽ ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത MP-യാണ് രാഹുൽ ഗാന്ധി എന്ന LDF സ്ഥാനാർത്ഥി ആനി രാജ. ജയിക്കാൻ തന്നെയാണ് മത്സരമെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സൗഹൃദ വേദിയല്ലെന്നും ആനി രാജ ന്യൂസ് 18നോട്. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി CPIയുടെ മുതിർന്ന നേതാവ് സഖാവ് ആനി രാജയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലെ പ്രചാരണം ഒരുപാട് മുൻപിലാണ്. കാരണം വയനാട്ടിലെ ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയത് സഖാവാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തെ വിലയിരുത്തുന്നത്? അല്ല, ഈ ആസന്നമായ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ നിലപാട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്തെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മുന്നേ തന്നെ അതിൻ്റെ 20 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ആ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഈ വയനാട്ടിലെ പ്രചരണം ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രചരണങ്ങൾ ഒന്നാകുന്നു. രാഹുൽ ഗാന്ധി വരുന്നു, ഒപ്പം സഖാവ് മത്സരിക്കുന്നു, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കുന്ന അവസ്ഥ. ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി വയനാട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ആൾക്കൂട്ടങ്ങളാണ്. വലിയ നേതാക്കന്മാർ വരുമ്പോൾ ഒരുപാട് പേര് കൂടെ വരുന്നു, കൊടി പിടിച്ചും കൊടി പിടിക്കാതെയും പ്രചരണം നടത്തുന്നു. എങ്ങനെ കാണുന്നു ആ സാഹചര്യങ്ങളെ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തകർ ഏത് പാർട്ടിക്കാരായാലും അവരെ സംബന്ധിച്ച് അവരുടെ കൊടിയെന്നുള്ളത് അവരുടെ നെഞ്ചിലെ ജീവനാണ്. അങ്ങനെയാണ് ഏത് പാർട്ടിയായാലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ആ കൊടി ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെയും കൂടി ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും, ആരെ നേരിടേണ്ടി വന്നാലും, എന്താപത്ത് വന്നാലും കൊടി നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം കൊടി പിടിച്ചുകൊണ്ട് തന്നെ പോകുന്നവരാണ് മേലെ തട്ടിലിരുന്ന് താഴെ തട്ട് വരെയുള്ള ഇടതുമുന്നണിയുടെ പ്രവർത്തനം. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഊർജം പകരുന്ന ഒന്നാണ്. കൊടി ഉപേക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറായെങ്കിൽ
അത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഫാസിസത്തെ നേരിട്ട് വെല്ലുവിളിച്ച് നിൽക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഭയക്കുന്നത് കൊണ്ടോ ഒരു അടിയറവ് പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം. കൊടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊണ്ടോ അതിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനതാണ് നമുക്ക് നമ്മുടെ എതിരാളിക്ക് സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതിനാണ് അതിൻ്റെ. രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഇടതുപക്ഷത്തുള്ളവർ കൂടി. നമുക്കറിയാം ദേശീയ തലത്തിൽ സഖാവടക്കം രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. ഡി രാജയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹവുമായി വേദി പങ്കിട്ടതാണ്. ഇതൊക്കെ പക്ഷേ കേരളത്തിൽ വലിയ തോതിൽ മറ്റൊരു പ്രചാരണത്തിനാണ് വഴിയൊരുക്കുന്നത്. അവിടെ സൗഹൃദം, ഇവിടെ ശത്രുത എന്ന തരത്തിലേക്ക്. എങ്ങനെയാണ് ആ ഒരു വിമർശനത്തെ കാണുന്നത്? അല്ല, അതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തന്നെയാണ്. അതിന് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ അതിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം എത്രയോ കഴിഞ്ഞാണ് UDF അതിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ UDF, ഈ കേരളത്തിലെ UDF അങ്ങനെ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ നിർബന്ധം പിടിക്കുന്നുവെങ്കിലും ഒരു ലാർജർ പൊളിറ്റിക്സ്, ഒരു ദേശീയ തലത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഏതിനുള്ള മറുപടിയാണ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നത് എന്നുള്ള കാര്യം നന്നായി അറിയാം ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ്. ഈ സൗഹൃദം അല്ലെങ്കിൽ വലിയ സന്തോഷമാണ് എനിക്ക് അങ്ങനെ ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ മുഖത്ത് ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച്, ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു ആരാണ്, എന്താണ് അവരുടെ ശത്രു? ഫാസിസമാണോ അതോ ഇടതുപക്ഷമാണോ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കണം. ഇവിടെ ഇടതുപക്ഷം മത്സരിക്കുന്നത് സൗഹാർദ്ദ മത്സരമോ അല്ലെങ്കിൽ ഒരു ടൂറിസത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതോ അതൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. 4,31,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുള്ളത്. ഇത് വലിയൊരു രാജ്യത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞവണ നേടിയത്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? അല്ല, അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ അമേഠിയിലും മറ്റുമൊക്കെ. അപ്പോൾ അത് ജനാധിപത്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടേക്ക് ഈ ഫാസിസ്റ്റ് ശക്തികൾ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വന്ന് ഇവിടെ തന്നെ മത്സരിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമെന്നോ ഒന്നും, അത് ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഫൈനലി തീരുമാനിക്കുക. കഴിഞ്ഞ തവണ ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ഇവിടെ കൊണ്ട് ആളുകളുടെ മുന്നിൽ നിർത്തി. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചറുണ്ടല്ലോ, അത്തരം ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളെ നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നുള്ള മനോഭാവത്തിലാണ് അത്രയധികം ഭൂരിപക്ഷമൊക്കെ കൊടുത്തത്. പക്ഷേ അത് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇത് വലിയ ഭൂരിപക്ഷം അത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അമേഠിയിലും മറ്റുമൊക്കെ. അപ്പം പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു? അതല്ല ഇവിടെ ചോദ്യം. എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് ജയിക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം? അങ്ങനെ സീറ്റ് ജയിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. തെലങ്കാനയിൽ അവരുടെ പാർട്ടി PCCയും അതുപോലെ അവരുടെ മുഖ്യമന്ത്രിയും വളരെ കേണപേക്ഷിക്കുകയാണ്, നിങ്ങൾ വരണം, തെലങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്ന്. അത് ചെവിക്കൊള്ളുന്നില്ല. അവിടെ ഇപ്പം നിങ്ങൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ആകെ ഇടതുപക്ഷവുമായി കോൺഗ്രസിന് ഒരു മുന്നണി എന്ന രീതിയിൽ പ്രവർത്തിച്ചത് തെലങ്കാനയിൽ മാത്രമാണ്. ആ ഒരൊറ്റ തെലങ്കാനയിൽ മാത്രമേ കോൺഗ്രസ് വിജയിച്ചുള്ളൂ. ബാക്കി എല്ലായിടത്തിലും അൻപേ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കോൺഗ്രസ് വിസ്മരിക്കരുത്. അപ്പം അങ്ങനെ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസ്, അവിടെ ഇടതുമുന്നണി കൂടെയുണ്ട്, ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ട്. തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള അണിയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിന് കർണാടകയിൽ. അപ്പോൾ ഈ ഒരു സീറ്റ് ജയിക്കണം, പാർലമെന്റിൽ ഉണ്ടാവണം എന്ന ഒരു ലക്ഷ്യമാണ് ഉള്ളതെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. ഇനി അതല്ല, മറ്റു ചില സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതൊരു സീറ്റ് ജയിക്കുക എന്നുള്ളതിൽ മാത്രമേ, ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകളല്ല, സംഘപരിവാർ അല്ല ഇവിടുത്തെ വലിയ ശത്രു. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവുമാണ് എന്ന് പറയാതെ പ്രഖ്യാപിക്കുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇടതുപക്ഷത്തു നിന്നും BJP നിന്നൊക്കെ ഒരുപാട് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിലൊരു വോട്ട് ചോർച്ച എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ?
അല്ല, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആരും തന്നെ ആവർത്തിച്ച് വിഡ്ഢികളാകാൻ ആഗ്രഹിക്കില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു കൊച്ചു കാര്യം പറയുകയാണ്. ഈ എന്നോട് തോട്ടം തൊഴിലാളി സ്ത്രീകൾ പറയുകയാണ്, ഈ മണ്ഡലത്തിൻ്റെ പേരിന് 4 അക്ഷരമേ ഉള്ളൂ. ആ 4 അക്ഷരം 5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇവിടുത്തെ പ്രസിഡന്റ് സിറ്റിംഗ് MP എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ അവരെ, പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർ, അവർ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് ആ നിലയിൽ അത് മാത്രമല്ല, ഈ രാജ്യം എന്ത് വിപത്തിനെയാണ് നേരിടുന്നത് എന്ന് വളരെ നന്നായി അവർക്കറിയാം. എന്തായാലും വളരെ പ്രതീക്ഷയോടെ ഊർജ്ജസ്വലമായി അനുരാജയുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു സഖാവ് അനുരാജ. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മറ്റു വിഷയങ്ങളൊന്നും പറയാനില്ലാത്തവരാണ് വയനാട്ടിൽ കൊടി ഉയർത്തിയില്ലെന്ന് പറഞ്ഞു വരുന്നതെന്ന് പൊന്നാനി UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി. ആശയദാരിദ്ര്യമാണ് ഇവർക്കുള്ളത്. ദേശീയ തലത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള തെരഞ്ഞെടുപ്പാണിത്. പൊന്നാനിയിൽ മികച്ച വിജയം തന്നെ നേടും. ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നും സമദാനി ന്യൂസ് 18നോട്. UDFന്റെ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയുടെ പ്രചരണം കുടുംബയോഗങ്ങൾ, സൗഹൃദ സദസ്സുകൾ, പ്രവർത്തക സംഗമങ്ങൾ എന്നിങ്ങനെ പുരോഗമിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഈ നോമ്പുകാലത്തെ പ്രചരണം ഇങ്ങനെ ചെറിയ സദസ്സുകളായിട്ടാണല്ലേ? അല്ല, ചെറിയ സദസ്സും വലിയ സദസ്സും ഒക്കെ ഉണ്ടായി. അതൊന്നും പ്രചാരണത്തെ ബാധിച്ചില്ല. സൗഹൃദ സദസ്സുകൾ വിപുലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ജനങ്ങളുടെ, നാട്ടുകാരുടെ വലിയ സാന്നിധ്യം ഉണ്ടായി. ധാരാളം സഹോദരങ്ങളെ കണ്ട് ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആകെ വളരെ പ്രകടമായൊരു സംഗതി ജനങ്ങളുടെ ഒരു ദൃഢനിശ്ചയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ട്. പൊന്നാനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ഉന്നയിക്കുന്നത്? ജനങ്ങൾ ഉന്നയിക്കുന്നത് മുഖ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായൊരു ഉന്നം കാണുമല്ലോ. അത് ദേശീയമാണ്. പ്രാദേശികമായ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലേ ഉള്ളൂ. ദേശീയം എന്ന് പറയുന്നത് ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ഭരണത്തിൽ മനമെടുത്തൊരു ജനമുണ്ട് ഇവിടെ. ഇന്ത്യ രാജ്യത്തെ ജനമാണ് പൊന്നാനിക്കാർ. അതിൻ്റെ ഭാഗം മാത്രമല്ല, അവരെപ്പോഴും ഡൽഹിയിലൊരു മതേതര സർക്കാരിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുമ്പ് കാലങ്ങളിൽ ചരിത്രപരമായ റോള് നിർവഹിച്ചവരാണ്. അങ്ങനെ ഒരു പാരമ്പര്യം കൂടി പൊന്നാനിക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കൊടുത്തവരാണ്. കേന്ദ്രത്തിലെ ഒരു സെക്യുലർ മിനിസ്ട്രി വന്നപ്പോൾ കേരളത്തിന് ഏക മന്ത്രി ഉണ്ടായത് പൊന്നാനിയിൽ നിന്ന് ജയിച്ച അഹമ്മദ് സാഹിബാണ്. അപ്പോൾ പൊന്നാനിക്കാരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻസൈറ്റ്, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ച വളരെ ഉദാത്തമാണ്. അപ്പോൾ അത് ഈ തവണ ഒരു കേന്ദ്രത്തിലൊരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. പൊന്നാനിക്കാർ നന്നായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ അതാണ്. പിന്നെ അതോടൊപ്പം സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ള അവസ്ഥ, കേരളത്തിലെ ഭരണം, അതിനോടുള്ള അതൃപ്തി, പ്രതിഷേധം സ്വാഭാവികമായിട്ട് ഇതിൽ പ്രതിഫലിക്കുമല്ലോ. എത്ര വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നമ്മുടെ നാട്, നമ്മുടെ പ്രദേശം, അവിടുത്തെ ജനങ്ങളുടെ വികസനം, ക്ഷേമം, അതിലൊക്കെ അവർക്ക് അവരുടേതായ ഓരോ പ്രദേശത്തും അങ്ങനെയുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതുണ്ട്. അങ്ങ് രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ ഒരു സന്തോഷം മുമ്പൊരുസിനോട് പ്രകടിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി വയനാട് വീണ്ടും മത്സരിക്കുന്നു. പക്ഷേ ആ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കൊടി പൊക്കിയില്ലാതെ അത് ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടുള്ള വലിയ കാര്യമൊന്നും പറയാനില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒപ്പം തന്നെ ഈ പൊന്നാനി മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുക, കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി, ഇന്ത്യ അലയൻസിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾ ത്രസിക്കുക. അപ്പോഴാണോ ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? ആശയദാരിദ്ര്യം എന്നല്ലാതെ അത് ഉന്നയിക്കുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ല. ഈ ഇടത് സ്ഥാനാർത്ഥി അവകാശപ്പെടുന്ന ലീഗിൽ നിന്നും സമസ്തയിൽ നിന്നും വോട്ട് കിട്ടുന്നൊക്കെയാണ്. എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ? ഭൂരിപക്ഷമൊക്കെ എന്തിനാ അനുമോദം എണ്ണി പറയണതൊക്കെ ആൾക്കാരെ മനസ്സിൽ കിടക്കുന്ന സംഗതിയല്ലേ. അവരെ ബഹുമാനിക്കണ്ടേ. നല്ല വിജയം ഉണ്ടാവും. ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്. ജനങ്ങളെ പറ്റിയുള്ള നല്ല വിശ്വാസമുണ്ട്. നല്ല വിജയം അവർ തരട്ടെ. നമുക്ക് മനസ്സിലാവുമല്ലോ ലക്ഷണം കൊണ്ട്. ആൾക്കാരുടെ മുഖത്തേനുണ്ടല്ലോ എഴുതി വെച്ചിട്ട് അവർ നമ്മളെ കാണുമ്പോൾ, അവരുടെ കൈ ഉയരുമ്പോൾ, അവരുടെ മന്ദസ്മിതം, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ അബ്ദുൾ സമദ് സമദാനി പ്രചാരണത്തിൽ മുന്നേറുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കോട്ടയത്ത് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ലഭിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട്.
കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ വീറും വാശിയോടെയും മുന്നോട്ട് പോയിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും വാഹന പര്യടനവുമായി മണ്ഡലത്തിലേക്ക് സജീവമായിരിക്കുകയാണ്. എനിക്കൊപ്പം തുഷാർ വെള്ളാപ്പള്ളി ഉണ്ട്. നമുക്ക് തുഷാറിനോട് തന്നെ ചോദിക്കാം, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? വളരെ കാണാമല്ലോ, കാരണം നമ്മുടെ ആദ്യത്തെ റാലിയാണെങ്കിലും അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ പരിപാടിയും പരിപാടിയെല്ലാം വളരെ ശക്തമായി എല്ലാ സ്ഥലത്തും വളരെ നല്ല റെസ്പോൺസാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടായിട്ട് MP വരണം എന്നാണ് കേരളത്തിൽ സാധാരണ ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയത്തുള്ള ആളുകൾ ഈ രണ്ടുപേർക്ക് സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പരിപൂർണ്ണ ബോധ്യമുള്ളവരാണ്. കാരണം NDA ജയിച്ചാൽ മാത്രമേ ഇവിടെ കേന്ദ്ര ഭരണത്തിൽ വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒപ്പമുള്ള ഒരു MP ഉണ്ടായുള്ളൂ. മറ്റു രണ്ടുപേരെ സംബന്ധിച്ചോളം പോകാൻ വേണ്ടി പോകുന്ന പരമാവധി അതിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പോയി പ്രതിപക്ഷത്തിരിക്കാവുന്നതുകൊണ്ട് ആൾ ഭരണപക്ഷത്തിരിക്കാൻ പറ്റുന്ന MP സൃഷ്ടിക്കുന്നതാണ് കോട്ടയത്തെ ആഗ്രഹം. അത് തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വയനാടുള്ള മത്സരവും കോട്ടയത്തെ മത്സരവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ശക്തമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പോകണം എന്ന് പറയും അവിടെ പോയി മത്സരിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ന് ഇതല്ല അവസ്ഥ. കാര്യം ഇവിടെ 100% ജയിക്കുന്ന സീറ്റാണ് കോട്ടയം എന്ന് പറയുന്നത്. SNDP യോഗത്തിലും ശക്തമായ വേരുള്ളൊരു തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും UDF അനുകൂല കാഴ്ചകളാണുള്ളതെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ. കേരളത്തിൽ UDF 20 സീറ്റും ജയിക്കുമെന്നും മറിയ ന്യൂസ് 18നോട്. കോട്ടയം നഗരത്തിൽ കടകൾ കയറിയുള്ള പ്രചാരണത്തിന് ഇറങ്ങിയതായിരുന്നു മറിയ ഉമ്മൻ. എന്തായാലും കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിശക്തമായി തുടരുകയാണ്. എനിക്കൊപ്പമുള്ളത് മറിയ ഉമ്മനാണ്, ഉമ്മൻചാണ്ടിയുടെ മകൾ. ഇത്തവണ കൂടുതൽ കാര്യക്ഷമമായി ഒന്ന് ഇറങ്ങുകയാണ് അല്ലേ? അതെ, ഇപ്പോഴത്തെ ഒരു പ്രത്യേകതരമായ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും എല്ലാവരുടെയും ആവശ്യമാണല്ലോ ഈ ഇലക്ഷനിൽ UDF ജയിക്കേണ്ടതും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതും. അതുകൊണ്ട് എല്ലാവരും വളരെ കാര്യക്ഷമമായ സ്കീമുകളിൽ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് വർക്കിന് ഇറങ്ങാനായിട്ട്. ഈ ഇടുക്കിയിലൊക്കെ പോയി സാധാരണ പുതുപ്പള്ളി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയൊക്കെ വോട്ടിന് പിടിച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ? അല്ല, ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇറങ്ങിയത്. ഇടുക്കിയും പത്തനംതിട്ടയും ഒന്ന് ടച്ച് ചെയ്തു. ഇന്നും ഉണ്ട് എക്സ്പീരിയൻസ്. വളരെ പോസിറ്റീവ്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ പോയത് വെച്ചിട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ ഒരു ഇലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും അതുള്ളത് കൊണ്ട് എല്ലാവരും വളരെ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജനങ്ങൾ എന്താ പറയുന്നത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ എന്നുള്ള നിലയിൽ പുറത്തുള്ള പ്രവർത്തനത്തിൽ അത്ര അധികം സജീവമല്ലായിരുന്നല്ലോ. മറ്റ് ജില്ലകളിലൊക്കെ ഇപ്പം ഇടുക്കിക്കാരൊക്കെ എന്നാ പറയുന്നത്? അവിടുത്തെ വളരെയേറെ സ്വീകാര്യത. പണ്ടും പറഞ്ഞതുപോലെ സത്യം പറഞ്ഞ മറിയ ഉമ്മനെ അല്ലല്ലോ അവരവിടെ കാണുന്നത്, അപ്പ ചെല്ലുന്നത് പോലെയാണ് അവർക്ക്. അപ്പം അപ്പയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് നമുക്കൊരിക്കലും മറിയ ഉമ്മനായിട്ട് ചെല്ലുന്നതിനല്ല. ഉമ്മൻചാണ്ടി ഈ ഇല്ലാത്ത ഒരു ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയുടെ മക്കൾ ചെല്ലുമ്പോൾ അവർ അതേ സ്നേഹമാണ് നമുക്ക് നൽകുന്നത്. ഇത്തവണ അമ്മ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഭയങ്കര തീപ്പൊരി പ്രസംഗം, ഗംഭീര പ്രസംഗമൊക്കെ പലയിടത്തും നടക്കുന്നതും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അമ്മ എന്താ പറയുന്നത്? അമ്മയ്ക്കും അപ്പയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഈ അമ്മയുടെ ഈ മാനസികമായി അമ്മയ്ക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഇലക്ഷൻ ടൈമൊക്കെ ആയപ്പോൾ മറ്റേത് ഇലക്ഷൻ ആകുമ്പോൾ എപ്പോഴും വീട്ടിൽ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ടോട്ടലി ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറാണ്. അപ്പം അപ്പയുടെ ജീവനും ശ്വാസവും കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അപ്പം ഈ ഇലക്ഷന് അപ്പയ്ക്ക് അതിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടായിരിക്കും അപ്പം അമ്മ 46 വർഷം എഴുന്നിട്ടും അപ്പയുടെ കൂടെ അങ്ങനെ ഇലക്ഷൻ പ്രവർത്തനത്തിന് പോവുകയോ ചാണ്ടിയുടെ ഇലക്ഷന് പോലും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ അപ്പ ഇല്ലാത്ത സാഹചര്യവും പിന്നെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതരമായ സാഹചര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇലക്ഷൻ ഇറങ്ങിയിരിക്കുന്നത്. എത്ര സീറ്റ് കിട്ടും മറിയ എന്താ വിലയിരുത്തുന്നത്? അങ്ങനെയൊക്കെ നോക്കുന്നു. 20-20 കിട്ടും. ശ്രീജിത്തിന് തോന്നില്ലേ? എന്തായാലും മറിയ ഉമ്മൻ ഒരു രാഷ്ട്രീയക്കാരെ കൃത്യമായി തന്നെ UDF നിലപാട് കൂടി പറയുകയാണ്. 20-20 സീറ്റും എന്നാണ് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് വാർത്തയിലൂടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Hey!
ഗുണം